Find the distance between the point minus 1, 1 from the line 12 into s plus 6 equal to 5 into y minus 2 ആണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ തന്നേക്കണ ലൈനെ ആദ്യം എന്താക്കണം, ജനറൽ ഫോമിലാക്കണം. അപ്പോൾ ജനറൽ ഫോമിലാക്കുമ്പോൾ എന്താവും മക്കളെ, 12x പ്ലസ് 12 ഇൻറ്റു 6 ഇതിനെ ഇതും കൊണ്ട് പ്രോഡക്റ്റ് ചെയ്യണം, ദാറ്റ് ഈസ് ഈക്വൽ ടു 72 വരും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5y മൈനസ് 10 വരും. അതായത് 12 ഇൻറ്റു എക്സ്, 12 ഇൻറ്റു 6, 5 ഇൻറ്റു വൈ, 5 ഇൻറ്റു മൈനസ് 2 വരും. അപ്പോൾ ഇവിടെ 12x വരും, ഇതിനെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ മൈനസ് 5y വരും, ഇതിനെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ പ്ലസ് 72, ഈ മൈനസ് 10 ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ പ്ലസ് 10 ഈക്വൽ ടു 0. അപ്പോൾ നമ്മളിത് ജനറൽ ഫോമിലാക്കുമ്പോൾ 12x മൈനസ് വൈ പ്ലസ് 82 ഈക്വൽ ടു 0 ആയി. അപ്പോൾ നമുക്ക് ലൈൻ്റെ ഇക്വേഷൻ കിട്ടും. ഇനി നോക്കിക്കേ, ലൈൻ്റെ ഇക്വേഷനും പാസ് ചെയ്യുന്ന ഒരു പോയിന്റും കിട്ടിയ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏത് ഫോർമുലയാണ് നമ്മൾ കൊടുക്കണേ, ax1 പ്ലസ് by1 പ്ലസ് സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞ ഇക്വേഷനാണ് നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ജനറൽ ലൈൻ്റെ ഇക്വേഷൻ കിട്ടിയിട്ടില്ലേ, ആ ഇക്വേഷൻ ഇവിടെ എങ്ങനെയാണ് എഴുതണം. ഇത് ഈ എക്സിൻ്റെ സ്ഥാനത്ത് 12x1 എന്ന് കൊടുക്കണം, മൈനസ് ഈ വൈയുടെ സ്ഥാനത്ത് 5y1 എന്ന് കൊടുക്കണം, ഈ പ്ലസ് 82 അങ്ങനെ തന്നെ എഴുതണം, ഡിവൈഡഡ് ബൈ ഈ 12ൻ്റെ സ്ക്വയർ നമ്മൾ 144 വരും, ഈ 5ൻ്റെ സ്ക്വയർ പ്ലസ് 25 വരും, അങ്ങനെ തന്നെ എഴുതും. അവിടെ എപ്പോഴും നമ്മൾ 12 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ഈ 12ൻ്റെ സ്ക്വയർ എഴുതുക, 144 കാൽക്കുലേറ്റർ ചെയ്തോളാം കേട്ടോ. മൈനസ് 5ൻ്റെ സ്ക്വയർ 25, അല്ലെങ്കിൽ അവിടെ എഴുതി കഴിഞ്ഞാൽ മൈനസ് 5 സ്ക്വയർ എന്ന് എഴുതിയാൽ ഇവിടെ നിങ്ങൾ അറിയാതെ മൈനസ് എഴുതി പോകും. അപ്പോൾ അത് വേണ്ട, മൈനസ് 5ൻ്റെ സ്ക്വയർ 25 നേരെ അങ്ങ് എഴുതിയാൽ മതി. ഇനി ഇവിടെ നോക്കുക, പാസ് ചെയ്യുന്ന പോയിന്റ് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു -1. -1ഉം 1ഉം ആണ്, അല്ലേ? അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് -1 കൊടുക്കണം, വൈയുടെ സ്ഥാനത്ത് 1 കൊടുക്കണം. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെയാവും നോക്കിയാൽ 12 ഇൻറ്റു x1ൻ്റെ സ്ഥാനത്ത് -1 പ്ലസ് -5 ഇൻറ്റു y1ൻ്റെ സ്ഥാനത്ത് 1 പ്ലസ് 82 ഡിവൈഡഡ് ബൈ 144, 25, 169 വരും. കാരണം 144, 25 കൂടെ അങ്ങ് കൂട്ടി നമ്മൾ എഴുതണം. ഇനി ഇത് ഗുണിക്കുമ്പോൾ 12 ഇൻറ്റു -1 -12 വരും, -5 ഇൻറ്റു 1 -5 വരും, പ്ലസ് 82 ഡിവൈഡഡ് ബൈ 169 എന്ന് പറഞ്ഞാൽ 13 വരും. -12ഉം 5ഉം ഈ -5ഉം ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ -17 വരും. -17 പ്ലസ് 82 ഡിവൈഡഡ് ബൈ 13 വരും. ഇനി 82 17 കുറയ്ക്കണം, 82 17 കുറച്ചാൽ 65 വരും. 65, 7 5 12, 6 7 8, അപ്പോൾ പ്ലസ് 65 വരും. 65 ഡിവൈഡഡ് ബൈ 13 ആയിരിക്കും നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ ജനറൽ ഫോമിലല്ല തരണമെങ്കിൽ അതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ജനറൽ ഫോമിലാക്കണം. ആ ജനറൽ ഫോമിലാക്കിയിട്ട് വേണം നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല എഴുതിയിട്ട് ആ എക്സിൻ്റെ സ്ഥാനത്ത് x1, വൈയുടെ സ്ഥാനത്ത് y1 കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ തന്നേക്കണ പോയിന്റ് x1 ആയിട്ടും ഇത് y1 ആയിട്ടും എടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഒക്കെ ഓരോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൻ്റെ ഓരോ ടൈപ്പ് പ്രോബ്ലം നമ്മൾ ലെവൽ 1ൽ സെപ്പറേറ്റ് ചെയ്ത് കണ്ട് ആദ്യത്തെ വീഡിയോസ് അതെല്ലാം നിങ്ങൾ കാണണം കേട്ടോ. അപ്പോൾ നമുക്കിത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓരോ എക്സസൈസും ചെയ്യാൻ പറ്റും.